ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ബിഫോർ സേയിങ് വാട്ട് ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ലെറ്റ്സ് സീ വാട്ട് ഈസ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിൽ നിന്ന്, ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെയർസ് ദാറ്റ് ഹോൾഡ് എ പ്രിഫറൻസ് ഇസ് നോൺ ആസ് പ്രിഫറൻസ് ഷെയർസ്. Preference on what? Preference on receiving dividends. So, the shares that hold a preference on receiving dividend is known as preference shares. Preference shares are commonly known as preferred stock. It's a special type of share where dividends are paid to shareholders prior to the issuance of equity shares dividends. So, equity shares hold ചെയ്യുന്ന ഹോൾഡേഴ്സിന് മുമ്പ് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ പ്രിഫറൻസ് ഓൺ റിസീവിംഗ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുമ്പായിട്ട് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. അങ്ങനെയുള്ള ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ദ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. മെയിൻലി രണ്ട് ടൈപ്സ് ആണ് വരുന്നത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫിക്സഡ് പീരീഡ് മുമ്പേ കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫിക്സഡ് പീരീഡ് കഴിയുന്ന സമയത്ത് തന്നെ ഈ ഷെയർസ് വെച്ച് റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു നൽകണം. അങ്ങനത്തെ ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. Redeemable preference shares are a type of preference shares that are redeemed or repaid after the expiry of a stipulated period. ഒരു ഫിക്സഡ് പീരീഡിന്റെ കാലാവധി തീരുന്ന സമയത്ത് തന്നെ ഈ ഷെയർസ് വെച്ച് റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കമ്പനി റീപേ ചെയ്യണം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. What is redeemable preference shares? Irredeemable preference shares എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that can only be redeemed at the time of liquidation of the company. ഈ ടൈപ്പ് ഓഫ് ഷെയർസ് കമ്പനിക്ക് എപ്പോൾ മാത്രമാണ് റീപേ ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് ഷെയർസ് തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് നൽകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഷെയർസ് വെച്ച് റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ കമ്പനി തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ്. Now let's see the main topic, redemption of preference shares. Redemption of preference shares എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ simply it is the repayment of preference share capital to the preference shareholders. Preference shareholdersൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ചു നൽകുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ഫിഗർ പോലെ അത് കാണിച്ചിട്ടുണ്ട്. കമ്പനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ തിരിച്ചു നൽകുന്നതിനാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. A company limited by shares, if so authorized by its articles, issue preference shares which are liable to be redeemed within a period not exceeding 20 years from the date of issue. However, infrastructure companies can issue preference shares for a period exceeding 20 years but not exceeding 30 years. So, ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ they have to redeem these shares. അവർക്ക് ഈ പറഞ്ഞ ഷെയർസ് റീപേ ചെയ്യണം ബിഫോർ എക്സീഡിങ് 20 years. അതായത് 20 yearsന് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഷെയർസ് റീപേ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയർസ് വഴി റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ 20 വർഷത്തിനുള്ളിൽ തന്നെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? റീപേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ആണെങ്കിൽ ദേ ഹാവ് ടു റീപേ ഓൺലി വിത്തിൻ 30 years. അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 20 വർഷത്തിന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് 30 yearsന് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? കമ്പനി ഈ പറഞ്ഞ ഷെയർസ് വെച്ചിട്ടുള്ള റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ തിരിച്ചു നൽകണം. Now let's see the legal provisions. While അല്ലെങ്കിൽ legal provisions a company has to consider while redeeming preference shares.
According to Section 55 of the Companies Act 2013, a company has to consider some provisions while redeeming the preference shares. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The shares to be redeemed must be fully paid up. Redeem ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം? ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കണം. Shares should be redeemed either out of the proceeds of fresh issue of shares, out of profit available for distribution of dividend, or both. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് അല്ലെങ്കിൽ എമൗണ്ട് വെച്ചിട്ടായിരിക്കണം, അതല്ലെങ്കിൽ ഡിവിഡൻഡിന് വേണ്ടി കമ്പനി മാറ്റി വെച്ചിട്ടുള്ള പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഡീം ചെയ്യാം പ്രിഫറൻസ് ഷെയർസ്. അതല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും, അതായത് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസും പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലും കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ഒരേപോലെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് റിഡംഷൻ പ്രീമിയം. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് പ്രീമിയത്തിൽ വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും. സോ ആ ടൈമിൽ കമ്പനി പ്രീമിയം പേ ചെയ്യണം. റിഡംഷൻ ടൈമിൽ പേ ചെയ്യേണ്ട പ്രീമിയത്തിനെയാണ് റിഡംഷൻ പ്രീമിയം എന്ന് പറയുന്നത്. സോ ദിസ് ക്യാൻ ബി paid out of profits of the company or out of the company's security premium reserve account. കമ്പനിക്ക് റിഡംഷൻ ടൈമിൽ പേ ചെയ്യേണ്ട പ്രീമിയം ഏതിൽ നിന്നൊക്കെ പേ ചെയ്യാൻ പറ്റും? കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ കമ്പനിക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഡംഷൻ പ്രീമിയം പേ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ ജനറൽ റിസർവ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഡംഷന് വേണ്ടുള്ള പ്രീമിയം പേ ചെയ്യാം കമ്പനിക്ക്. നെക്സ്റ്റ് വൺ ആണ് ക്രിയേഷൻ ഓഫ് CRR അക്കൗണ്ട്. Where any such shares are redeemed out of profit available for dividend, an amount equal to the nominal value of shares to be redeemed must be transferred out of the divisible profit to capital redemption reserve. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണെങ്കിൽ കമ്പനി റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. കമ്പനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നാണ് എങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കേസ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് CRR അക്കൗണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള CRR അക്കൗണ്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഓഫ് ബോണസ് ഷെയർസ്, ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. കമ്പനിക്ക് CRR അക്കൗണ്ട് എന്തിനു മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Notice of redemption must be sent to the registrar of the company within 30 days from the date of redemption. And redemption of preference shares is not a reduction of share capital. Preference shares repay ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ ഒരു റിഡക്ഷനും വരുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് അതിനു വേണ്ടി കരുതുന്നത് രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസും അതേമാതിരി ഔട്ട് ഓഫ് പ്രോഫിറ്റും. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസിന്റെ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നു. അതേമാതിരി പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ CRR അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. CRR അക്കൗണ്ട് പിന്നെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫർദർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. സോ അത് കാരണം തന്നെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നില്ല? ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ വരുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് റിഡംഷൻ. അതായത് കമ്പനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ വേരിയസ് സോഴ്സസ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ വേരിയസ് സോഴ്സസ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്.
ഷെയർസ് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് യൂട്ടിലൈസ്, അതായത് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, ഡിവിഡൻഡിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഡംഷൻ ചെയ്യാം. തേർഡ് വൺ ഈസ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഫ്രഷ് ഇഷ്യൂ അതേമാതിരി പ്രോഫിറ്റും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. Now next one ആണ് നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ആണ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. സോ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് വെച്ചുകൊണ്ട് കമ്പനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഹിയർ എ കമ്പനി റിഡീംസ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് അല്ലെങ്കിൽ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് കമ്പനി ഇവിടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ റീപേ ചെയ്യുന്നത്. A company issues new shares and the proceeds from such issue are used for redemption of preference shares. കമ്പനി ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു ആൻഡ് ആ ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് കമ്പനി എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. അതൊരു ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ഫിഗർ പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? കമ്പനി ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ആ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് പ്രൊസീഡ്സ് കിട്ടുന്നു അല്ലെങ്കിൽ എമൗണ്ട് കിട്ടുന്നു. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് അതിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നു. ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനി പ്രിഫറൻസ് ഷെയർസ് റീപേ ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്തു തീർക്കുന്നു. സോ ദിസ് ഇസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി ഇതിൽ കുറച്ച് പോയിന്റ് നോക്കാനുണ്ട്. ജേർണൽ എൻട്രി അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദ കമ്പനി മേ ഇഷ്യൂ ഫ്രഷ് ഷെയർസ് എയ്തർ അറ്റ് പാർ ഓർ പ്രീമിയം. സോ ഈ റിഡംഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫ്രഷ് ഷെയർസ് എന്ന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഫ്രഷ് ഷെയർസ് എന്ന് പറയുന്നത് പാറിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ മാത്രമാണ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് പാറിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. Cannot utilize share premium out of fresh issue for redemption. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന പ്രീമിയം കമ്പനിക്ക് റിഡംഷൻ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫേസ് ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ ഇഷ്യൂഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മാത്രമാണ് റിഡംഷന് വേണ്ടി കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. The share premium from the fresh issue can be used to provide for premium payable on redemption. Redemption premium പേ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കിട്ടുന്ന പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാം. സോ എന്താണ് പറഞ്ഞത്? ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കിട്ടുന്ന ഷെയർ പ്രീമിയം കമ്പനിക്ക് റിഡംഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് റിഡംഷൻ പ്രീമിയം പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂവിലുള്ള ഷെയർ പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, റിഡംഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന ടൈമിലുള്ള ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഓൺലി ഫേസ് ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ ഇഷ്യൂഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. റിഡംഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മാത്രമാണ് കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ പോയിന്റ്സ് we have to consider while we are seeing some problems അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. ഇനി നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കാം. ഈ ജേർണൽ എൻട്രീസ് നിങ്ങൾ പഠിക്കാനുള്ളതാണ്. സോ 3 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് എങ്കിൽ 3 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ടു കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് ടു ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ ലീഗൽ പ്രൊവിഷൻസ് കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് മാത്രമാണ് കമ്പനിക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കണം. സോ അതിന് ആദ്യം എന്ത് ചെയ്യണം?
ആദ്യം നമ്മൾ ഫൈനൽ കോൾ വിളിക്കുന്നതായിട്ട് കാണിക്കണം. ആൻഡ് അതിനുശേഷം ഫൈനൽ കോളിൽ മണി റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. സോ ആദ്യം ഫൈനൽ കോൾ വിളിക്കുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജേർണൽ എൻട്രി? പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എക്ടർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈനൽ കോൾ വിളിക്കുന്നതിനായിട്ടുള്ള ജേർണൽ എൻട്രി ആണിത്. ഇനി പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോളിൽ നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്നത് കാണിക്കാനുള്ള ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് എക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി കാണിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ദിസ് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് ഇനി കാണിക്കേണ്ടത്. ഇഷ്യൂ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. പാറിലും പ്രീമിയത്തിലും ചെയ്യാൻ പറ്റും. സോ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് എക്ടർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. സോ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് ഇഷ്യൂ അറ്റ് പ്രീമിയം. പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും വരിക? ബാങ്ക് അക്കൗണ്ട് എക്ടർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും കൂടി ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്യുന്ന പ്രീമിയം ആണ് ഈ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നേർക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് നേർക്ക് ടോട്ടൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട്, അതായത് പ്രീമിയം പ്ലസ് ഫേസ് വാല്യൂ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നേർക്ക് ഫേസ് വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നേർക്ക് നമ്മൾ പ്രീമിയം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പാണ്, ഫൈനൽ സ്റ്റെപ്പാണ് എന്ത്? ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എമൗണ്ട് കിട്ടി. ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം അല്ലെങ്കിൽ റീപേ ചെയ്യാം. രണ്ട് രീതിയിൽ തന്നെയാണ് പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റീപേ ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ് പാർ ആൻഡ് അറ്റ് പ്രീമിയം. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പാറിലാണെങ്കിൽ, പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള സംഭവം നമ്മൾ 100 രൂപയ്ക്ക് തിരിച്ചു നൽകുന്നതിനെയാണ് അറ്റ് പാർ എന്ന് പറയുന്നത്. സോ അറ്റ് പാർ ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. ഫസ്റ്റ് വൺ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റല് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് കാരണം അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ അവിടെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ വി ആർ ഡെബിറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എമൗണ്ട് കൊടുക്കാനുള്ളത് കാരണം വി ആർ ക്രെഡിറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എക്ടർ ടു ബാങ്ക് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ബിക്കോസ് ഡെബിറ്റ് ദ റിസീവർ ആസ്പെക്ട് പ്രകാരം ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള ആസ്പെക്ട് പ്രകാരം ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നു. നെക്സ്റ്റ് കേസ് ആണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിലാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യുന്നതെങ്കിൽ, പ്രീമിയത്തിൽ റിഡീം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 100 രൂപയാണ് പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂ എങ്കിൽ 110 രൂപയ്ക്ക് നമ്മൾ തിരിച്ചു നൽകുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുള്ള ജേർണൽ എൻട്രി പ്രീമിയത്തിലായത് കാരണം തന്നെ ഫസ്റ്റ് നമുക്ക് എന്ത് കാണിക്കണം? റിഡംഷൻ പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലൊക്കെ ആയിരിക്കും? ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ റിഡംഷന് ആവശ്യമുള്ള പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് കാണിക്കാനുള്ള ജേർണൽ എൻട്രി എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ട് എക്ടർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള പ്രീമിയം
സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ജേർണൽ എൻട്രി ആണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ട് ഡെക്റ്റഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആക്ട്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ആക്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നേർക്ക് നോമിനൽ വാല്യൂ എഴുതും. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ നേർക്ക് റിഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർസിന് നൽകേണ്ട പ്രീമിയം എമൗണ്ട് എത്രയാണ്, റിഡംഷൻ പ്രീമിയം എഴുതും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നേർക്ക് ടോട്ടൽ ആയിട്ട് അവർക്ക് കൊടുക്കുന്ന ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം എഴുതും. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാശ് കൊടുക്കുന്നതായിട്ടുള്ള ജേർണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. So these are the journal entries that you have to pass while preference shares are redeemed out of fresh issue of shares. So first എന്ത് ചെയ്യണം? പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കാണിക്കണം. അതിനുശേഷം ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് റിഡംഷന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി കാണിക്കണം. അതിനുശേഷം എമൗണ്ട് റേസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതായിട്ടുള്ള ജേർണൽ എൻട്രി പാസ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. സോ താങ്ക് യു ആൾ.